ദുരന്തമുണ്ടായാൽ പഴിചാരൽ സ്വാഭാവികമാണ്. പക്ഷേ ഇക്കുറി കരുതിയതിലും നേരത്തെ തന്നെ പഴിചാരലുകൾ ആരംഭിച്ചിരുന്നു. കൊലപാതകങ്ങൾ ഉണ്ടായാൽ ആ നിമിഷം തന്നെ കൊലയാളിയെക്കുറിച്ച് പറയാൻ നമ്മൾ മടിച്ചു നിൽക്കേണ്ടതില്ല. എന്നാൽ ഒരു ദുരന്തം, അതും പ്രകൃതി ദുരന്തമാണെങ്കിൽ ആദ്യം കണ്ടെത്തേണ്ടത് ഉത്തരവാദിയെയല്ല, ജീവനുള്ളവരെയാണ്. പിന്നെ ജീവൻ നഷ്ടമായവരെ പുറത്തെടുക്കണം. ഇത് രണ്ടും കഴിഞ്ഞാൽ ശേഷിക്കുന്നവർക്ക് ഒരു ജീവിതം ഉണ്ടാക്കി നൽകണം. പ്രകൃതി ദുരന്തങ്ങളിൽ വീഴ്ചകളുണ്ടെങ്കിൽ തന്നെ അത് മറ്റൊന്ന് ആവർത്തിക്കാതിരിക്കാനുള്ള പാഠം മാത്രമാണ്. മീറ്ററുകളോളം ഉയരത്തിൽ ചെളി അടിഞ്ഞുകിടക്കുകയാണ്. അവിടെ കാണാതായവർ 200-ലേറെയുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഉത്തരവാദികളെ പ്രഖ്യാപിച്ച് പ്രസ്താവനാ യുദ്ധം ആരംഭിച്ചത്. ഉത്തരാഖണ്ഡിൽ വർഷം തോറും 100 കണക്കിന് മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നത് ആരുടെ വീഴ്ചയാണ്? ജോഷിമഠ് ഇടിഞ്ഞു കിടക്കുന്നത് ആരുടെ കുറ്റമാണ്? ഹിമാലയത്തിൽ മഞ്ഞുമലകൾ ഉരുകിയിറങ്ങുന്നത് ആരുടെ പാളിച്ചയാണ്? സുനാമികൾ ഉണ്ടാകുന്നു, പ്രളയമുണ്ടാകുന്നു, വരൾച്ചയുണ്ടാകുന്നു, ചുഴലികൾ ആഞ്ഞു വീശുന്നു. ഇതൊന്നും ആരുടെയും കുറ്റമല്ല. പക്ഷേ വർഗീയ ലഹളകളും വംശീയ ലഹളകളും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ കുറ്റമാണ് ഒരു നാട്ടിൽ നടക്കുന്നതിനെ എല്ലാം തന്നെ കുറ്റകൃത്യങ്ങളായി വിവരിക്കുന്നത്. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പാർലമെന്റിലെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും ചർച്ചകൾ പല വഴിക്ക് വഴിമാറി. അതുവരെ രക്ഷാപ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയിരുന്നവർ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തുടങ്ങി. മഴയുണ്ടാകുമെന്ന് കേന്ദ്രം അന്നേ പറഞ്ഞില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. യാത്ര പുറപ്പെടുമ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണമെന്ന് പറയാറുണ്ടല്ലേ? അതുപോലുള്ള ഒരു കരുതൽ മാത്രമാണ് അതെന്ന് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം. അപകടമുണ്ടായാൽ ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്ന് കൈയൊഴിയാൻ മാത്രം ഉപകരിക്കുന്ന ഒരു മുന്നറിയിപ്പാണത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചൂരൽമലയിലും നടന്നിരുന്നു. ദുരന്തത്തിന്റെ തലേന്നാൾ ന്യൂസ് മലയാളം പ്രതിനിധി അനഘ റീജ ഭരതൻ ആ മേഖലയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ. ഡാമിന്റെ പരിസരങ്ങളിലും പുഴയോരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. മേപ്പാടി പഞ്ചായത്തിലെ കശ്മീർ ദ്വീപിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങളെ ഏലവയൽ അങ്കനവാടിയിലേക്ക് മാറ്റി. പുഞ്ചിരിമട്ടം നഗറിലെ 6 കുടുംബങ്ങളെ വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും 50 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. പുത്തുമല പാടിയിലെ കുടുംബങ്ങളോടും മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മുണ്ടക്കൈ, പുത്തുമല LP സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, വയനാട്. കേന്ദ്ര കാലാവസ്ഥാ മന്ത്രാലയം പറഞ്ഞത് കൈമാറി താഴെത്തട്ടിലെ റവന്യൂ ഓഫീസുകൾ വരെ അതെത്തി. അങ്ങനെ എത്തിയിരുന്നില്ലെങ്കിൽ അവിടെ ക്യാമ്പുകൾ തുറക്കുമായിരുന്നില്ലല്ലോ. ആ ക്യാമ്പുകളിൽ അത്രയേറെ കുടുംബങ്ങളും എത്തുമായിരുന്നില്ലല്ലോ. മുന്നറിയിപ്പുകൾ ഉണ്ടാവുകയും ക്യാമ്പുകൾ തുറക്കുകയും ചെയ്തിട്ടും എങ്ങനെ ഇത്രയും വലിയൊരു അപകടമുണ്ടായി? സത്യത്തിൽ ഈ പ്രവചനങ്ങളുടെ ഒന്നും വഴിയിലല്ല ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നതാണ് അതിനുള്ള ഉത്തരം. പുഞ്ചിരിമട്ടത്താണ് ആദ്യത്തെ ഉരുൾപൊട്ടിയത്. അവിടെ നിന്നൊക്കെയുള്ള ആളുകളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഉരുൾപൊട്ടിയാൽ ഒഴുകേണ്ട ഒരു വഴിയുണ്ട്. പുന്നപ്പുഴ ഒഴുകുന്ന വഴിയാണത്. ആ മേഖലയിൽ നിന്നാണ് ആളുകളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചത്. പുഞ്ചിരിമട്ടത്ത് നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഇല്ലാതായ മുണ്ടക്കൈ എന്ന ഗ്രാമം. മുണ്ടക്കൈ എന്ന ഗ്രാമത്തിന് 2.5 കിലോമീറ്റർ മാത്രമടുത്താണ് 2019 ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല. അന്ന് പുത്തുമലയിലുണ്ടായ ഉരുളിന്റെ അനക്കം പോലും ഉണ്ടാകാത്ത മുണ്ടക്കൈയാണ് ഇപ്പോൾ പൂർണ്ണമായും തകർന്നടിഞ്ഞത്. അതും 5 കിലോമീറ്റർ അകലെയുണ്ടായ ഉരുളിൽ. ഇത് മാത്രമല്ല ഇത്തവണ സംഭവിച്ചത്. കൂടുതൽ നാശം നേരിട്ട രണ്ടാമത്തെ സ്ഥലം ചൂരൽമലയിലേക്ക് നോക്കാം. മുണ്ടക്കൈയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലം. സാധാരണ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ അത് അമ്പൂരിയിലാണെങ്കിലും കവളപ്പാറയിലാണെങ്കിലും പോത്തുകല്ലിലാണെങ്കിലും പെട്ടിമുടിയിലാണെങ്കിലും എല്ലാം ആ ആഘാതം 1-2 കിലോമീറ്ററിനുള്ളിലായി കൂടുതൽ സംഭവിക്കാറില്ല. പക്ഷേ ഇവിടെ അപകടത്തിൽപ്പെട്ടത് ഒരു മുൻകരുതലിനും മാപ്പിങ്ങിനും സാധ്യതയുള്ള മേഖലയെ ആയിരുന്നില്ല. ഈ സംഭവത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും കരുതിയിരിക്കണമെന്ന് മാധവ ഗാഡ്ഗിൽ മാത്രമല്ല പറഞ്ഞത്. 2007 സംസ്ഥാന റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഡോക്ടർ ശേഖർ കുര്യാക്കോസ് തയ്യാറാക്കിയ പ്രബന്ധത്തിലുമുണ്ട്. അദ്ദേഹത്തിന്റെ ഒന്നിലേറെ ഗവേഷണ പ്രബന്ധങ്ങൾ ഈ വിഷയത്തിലാണ്.
അതിനേക്കപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 2014 തന്നെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുമുണ്ട്. 2019 പ്രളയത്തിനും മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി പഠനത്തിനും പോലും എത്രയോ മുൻപാണ് നാഷണൽ ഹസാർഡ് സൊണേഷൻ മാപ്പ് അവർ തയ്യാറാക്കിയത്. ആ റിപ്പോർട്ടിലെ 147 മുതലുള്ള പേജുകൾ നോക്കാം. പേജ് 147 ഈ ചുവന്നു കാണുന്നതെല്ലാം വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല അടയാളപ്പെടുത്തിയതാണ്. അടുത്ത പേജിലാണ് ഓരോ സ്ഥലവും എടുത്ത് എഴുതിയിരിക്കുന്നത്. 148 പേജിൽ ആദ്യം പറയുന്ന പേര് തന്നെ വായിച്ചു നോക്കൂ. വെള്ളാരിമല എന്നാണ്. ഇന്നത്തെ വെള്ളാർമല തന്നെ. അവിടെയാണ് ഒരു സ്കൂൾ തന്നെ ഒഴുകിപ്പോയത് എന്ന് നമുക്കറിയാവുന്നതാണ്. അവിടെ ലാൻഡ് സ്ലൈഡ് അഥവാ മണ്ണിടിച്ചിൽ സാധ്യത പറയുന്നത് നോക്കൂ. ഹൈ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ എവിടെയൊക്കെ മണ്ണിടിയാം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നുണ്ട്. മുണ്ടക്കൈ, പുത്തുമല, വെള്ളാർമല എന്നിവിടങ്ങളിൽ. അതെല്ലാം ഹൈ സാധ്യതയാണെങ്കിൽ ഹോപ്പ് എസ്റ്റേറ്റിൽ ലോ സാധ്യതയും പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് താഴേക്ക് നോക്കി വന്നാൽ പൊഴുതനയും മുട്ടിൽ സൗത്തും മുട്ടിൽ നോർത്തുമെല്ലാം നമുക്ക് തെളിഞ്ഞു കാണാം. സുൽത്താൻ ബത്തേരിയിലെ 1 ഡസൻ സ്ഥലങ്ങളുമുണ്ട് ഹൈ പ്രോബബിലിറ്റി. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നെല്ലാം മനുഷ്യരെ മാറ്റണമോ? അങ്ങനെ മാറ്റാൻ കഴിയുമോ? മഴ പെയ്യുമെന്ന് ജൂലൈ 23 നൽകിയ മുന്നറിയിപ്പിനെ കുറിച്ചാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ റിപ്പോർട്ട് പറയുമ്പോൾ കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു, കേന്ദ്രത്തിൽ ഇതേ നരേന്ദ്രമോദി സർക്കാരും. നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യം എത്ര ബാലിശമാണെന്ന് ഈ ഒരു വിവരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് തയ്യാറാക്കിയ ആ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ 600ഓളം കേന്ദ്രങ്ങൾ ഹൈ പ്രോബബിലിറ്റി അഥവാ ഉയർന്ന ഉരുൾപൊട്ടൽ സാധ്യതയുള്ളവയാണ്. 1000-ലേറെ കേന്ദ്രങ്ങളിൽ കുറഞ്ഞ സാധ്യതയും. അതേ റിപ്പോർട്ടിൽ തന്നെ കടലാക്രമണം ഉണ്ടാകാനിടയുള്ള 1000-ലേറെ കേന്ദ്രങ്ങളുണ്ട്. വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള 600ഓളം കേന്ദ്രങ്ങളുണ്ട്. മലയിടിച്ചിലും കടലാക്രമണവും വെള്ളപ്പൊക്കവും ഉണ്ടാകാനിടയില്ലാത്ത ഒരിടവും കേരളത്തിലില്ല എന്ന് തന്നെ പറയാം. ഈ സാഹചര്യത്തിൽ ഇവിടെ എന്താണ് പരിഹാരം? മുഴുവൻ കേരളത്തെയും ഒഴിപ്പിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? കേന്ദ്രമന്ത്രി പാർലമെന്റിൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകി എന്ന് പറഞ്ഞ രാത്രിയിലാണ് കേദാർനാഥിൽ മണ്ണിടിഞ്ഞത്. 200 തീർത്ഥാടകരാണ് അവിടെ കുടുങ്ങിക്കിടന്നത്. അതേസമയം തന്നെ ഇങ്ങ് വയനാട്ടിൽ മണ്ണിനടിയിൽ 200ഓളം ആളുകളും ഉണ്ടായിരുന്നു. ഹരിദ്വാറും വയനാടുമൊക്കെ ഒരേ രാജ്യത്തെ ഇടങ്ങളാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു.